മിയ 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 ഹലോ, ഞാൻ ബൈക്കിലാ. അത്യാവശ്യമല്ലേ, തിരിച്ചു വിളിക്കാം. സിദ്ധു മോള് മോൾക്കെന്താ? അവള് വീണ്ടും എവിടെയെങ്കിലും പോയി വീണോ? ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നതാ കുഞ്ഞിനെ ശ്രദ്ധിക്കണമെന്ന്. അതെങ്ങനെ? സിദ്ധു ഒന്ന് നിർത്ത്. മോൾക്ക് നല്ല ടെമ്പറേച്ചർ. ഞാൻ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാ. ഞാനൊരു ഓട്ടോ എടുത്ത് പൊക്കോളാം. നീ അമ്മയെ കൂടി കൂട്ടിക്കോ. അമ്മയും അച്ഛനും പെൻഷൻ വാങ്ങാൻ പോയേക്കല്ലേ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഞാൻ ഒരു കസ്റ്റമർ കാണാൻ ഇറങ്ങിയതാ. ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് വരാം. പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. വെച്ചേക്ക്. ഇപ്പൊ ചൂടൊന്നുമില്ല. നമുക്ക് നാളെ തന്നെ വീട്ടിൽ പോവാം കേട്ടോ. സിദ്ധു ഇപ്പൊ എങ്ങനെയുണ്ടടാ? ഇപ്പൊ ചൂട് കുറഞ്ഞിട്ടുണ്ട്. നാളെ പോവായിരിക്കും. നിങ്ങൾ രണ്ടാളും പോയി എന്തേലും കഴിച്ചിട്ട് വാ. ഇത്രയും സമയമായില്ലേ? പോയിട്ടോ. മോൾക്ക് ഞാൻ കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ഉയർന്ന സൗണ്ടിലൂടെ മാത്രം റെസ്പോണ്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാറേ, രണ്ടാമതൊന്ന് ലീഡ് കാണാൻ പോകുന്ന വഴിയില്ല ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നത്. ഓക്കെ. ഇല്ല, മനഃപൂർവ്വമല്ലല്ലോ സാർ. ഞാനത് ആളോട് വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. ഇല്ല, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല. ഞാനിവിടുന്ന് ഇറങ്ങിയ ഉടനെ കോൺടാക്ട് ചെയ്തു. അല്ലെങ്കിൽ ഉയർന്ന സൗണ്ടിലൂടെ ഇതൊന്ന് നിർത്തോ? സാർ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഇവിടെ ഡോക്ടർ വന്നു. എന്താണ്? എന്താടോ? എന്തു പറ്റി? സിദ്ധു, ഡോക്ടർ ഒരു സംശയം പറഞ്ഞു. സംശയോ? നീ കാര്യം എന്താന്ന് തെളിച്ചു പറ. ഞാൻ മേഘ ഡോക്ടർ പറഞ്ഞിട്ട് വന്നതാ. ആ, ഓക്കെ. മേഘ, ഫ്രീ ആണെങ്കിലും ഒപിയിലേക്ക് വരാവോ? മോൾക്ക് പനിയായിട്ട് വന്നതാണല്ലേ? പക്ഷേ മേഘ ഡോക്ടർ എന്തിനാ ഡോക്ടറെ വന്ന് കാണാൻ പറഞ്ഞെന്ന് മനസ്സിലായില്ലായിരുന്നു. ആ, മെഡിസിൻ ഒരു ഡോസ് ചെന്നപ്പോൾ തന്നെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്. നൗ ഷീസ് ഓക്കെ. മേഘ വിളിച്ച് മോളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിയ വീട്ടിലെങ്ങനെയാ? എല്ലാ കാര്യങ്ങൾക്കും റെസ്പോണ്ട് ചെയ്യാറുണ്ടോ? എന്നുവെച്ചാ മനസ്സിലായില്ലായിരുന്നു. സപ്പോസ് നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ഹെർ റെസ്പോൺസ്, അല്ലെങ്കിൽ ഉയർന്ന സൗണ്ടിലൂടെ മാത്രം റെസ്പോണ്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
കരിഞ്ഞു മുഖം മൊത്തം പുകച്ചു കുട്ടിയെട്ടിന്റെ പണിയിട്ട് കൊട്ടായി മനം കറക്കുന്നതും. സിദ്ധു അവള് കുഞ്ഞല്ലേ, സൗണ്ട് അല്പം കൂടി അതങ്ങ് കുറച്ചാ പോരെ. ഇങ്ങനെയാണോ കുഞ്ഞിനോട്? നമുക്ക് അച്ഛൻ വേണ്ടണ്ട കേട്ടോ. എന്താ മോളെ ഇത്? ചെവി കേൾക്കാത്ത ആൾക്കാരല്ലേ ഇങ്ങനെ സൗണ്ട് വയ്ക്കുക? സാരമില്ല കേട്ടോ. കുട്ടി കത്തിച്ചപ്പോഴാ കിക്ക് പിടിച്ചപ്പോഴാ ദൈവലോകം കണ്ടു ഞെട്ടിപ്പോയി മച്ചാന്. ഡോക്ടർ, എന്തു പറ്റി? മോളുടെ കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സംശയം മാത്രമാണ്. ചില കുട്ടികൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവാം. സിംറ്റംസ്? വരൂ. ഇരിക്കൂ. മിയമോൾക്ക് കേൾവിക്കൊരു പ്രശ്നമുള്ളത് പോലെ ഒരു തോന്നൽ, ബട്ട് അത് ശരിയാകണമെന്നില്ല. ഇങ്ങനെയൊരു ഡൗട്ട് വന്നപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ അവരുടെ കൂടെ എപ്പോഴുള്ള നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് മോളെ ഓഡിയോ ടെസ്റ്റിന് കൊണ്ടുപോയായിരുന്നു. മോൾക്ക് അവൾ ഉച്ചത്തിൽ പാട്ട് വച്ചോട്ടെ സിദ്ധു. അമ്മ മോളെ കണ്ടായിരുന്നോ? അവൾ അപ്പുറത്തെ മുറിയിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവിടെ എങ്ങൂല, വിളിച്ചിട്ടും കേൾക്കണില്ല. വിളിച്ചാ ഒക്കെ കേക്കില്ലല്ലോ മോളെ. സിദ്ധു എവിടെ? സിദ്ധു, സിദ്ധു തുറക്ക്. സിദ്ധു, തുറക്ക്. സിദ്ധു തുറക്ക്. തുറക്ക്. സിദ്ധു. മോൾക്ക് 2 ചെവിയിലും ഏകദേശം 90% കേൾവിക്കുറവുണ്ട്. അതൊരു നല്ല സൂചനയല്ല. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടർ. അങ്ങനെ ചോദിച്ചാൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്നത് ഒരു സർജറിയാണ്. ടെസ്റ്റ് ചെയ്ത സമയത്ത് ഫ്ലൂയിഡ് നല്ലോണം കണ്ടു. തൽക്കാലം നമുക്കൊരു അഡിനോയിഡ് സർജറി ചെയ്തു നോക്കാം. ബട്ട് മിയയുടെ കേസിൽ ഇത് സക്സസ് ആവാൻ വളരെ ചെറിയൊരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഈ പറഞ്ഞ ഈ പോസിബിലിറ്റി ഇനി 1% ആണേലും നമുക്ക് ചെയ്യണം.
മോളെ വിളിക്ക്. മിയ കുറച്ചുകൂടെ ഉറക്കെ. മിയ മോളെ 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 ആഹാ, കുറുമ്പി ഇവിടെ ഇരിക്കുകയായിരുന്നോ? മുത്തശ്ശി അമ്പൂറ്റിയുടെ അടുത്ത് കുഞ്ഞിന് വേണ്ടി വഴിപാടെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കുഞ്ഞിൻ്റെ വയ്യായൊക്കെ പെട്ടെന്ന് ഭേദാവും കേട്ടോ. അവനോട് സംസാരിച്ചിരുന്നോ? അവൻ്റെ മുഖം കണ്ടിട്ട് എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല. ഓപ്പറേഷൻ ചെയ്തതൊക്കെ വെറുതെ ആയിരുന്നു. ഇനി എന്തോ ഹിയറിംഗ് എയ്ഡ് വെക്കണം എന്നാ പറയണേ. അതിന് ഏകദേശം 5 ലക്ഷം രൂപയാവുന്നു. 5 ലക്ഷോ? ആ കാറ് വിൽക്കാന്നാ അവൻ പറയണേ. ഉം. എന്ത് വിറ്റിട്ടായാലും ശരിയായാ മതിയായിരുന്നു. ഉം. എടാ, നീ തളരരുത്. നീ തളർന്ന എല്ലാവരും തളരും, നമ്മുടെ കുഞ്ഞും. ആ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യണം. ആ, തൽക്കാലം ഇത് കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ ചെയ്യുമോനെ. ഞാൻ മരിച്ചു കഴിഞ്ഞാലും ആർക്കും ബാധ്യത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇട്ട എവിടെയായത്. അല്ലേലും എൻ്റെ കാര്യം നോക്കാൻ നീ ഉണ്ടല്ലോ. എന്തായാലും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായല്ലോ. എൻ്റെ മിയമോള് മുത്തച്ഛൻ്റെ വിളി കേട്ട് ഓടി വരുന്നതിൽ പരം സന്തോഷവും സമാധാനവും വേറെ എന്തുണ്ടടാ. നമുക്ക് കാറ് വിൽക്കണ്ടടാ. മുത്തച്ഛനും മോൾക്കും കൂടി അതിൽ ഞെളിഞ്ഞിരുന്ന് പോണോടാ. നടക്കങ്ങോട്ട്. സമയം എത്രയായിന്ന് അറിയോ? നിങ്ങൾ അച്ഛനും മോളത് എന്ത് ഭാവിച്ചാ? അച്ഛൻ തന്നെ ഒരുക്കണമെന്ന് മോളും. അച്ഛനാണെങ്കിൽ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. എന്താ സിദ്ധു ഇത്? പെട്ടെന്ന് റെഡിയാവ്. മോളെ കൂടി ഒന്ന് റെഡിയാക്ക്. അമ്മ അവിടെ റെഡിയായിട്ടിരിക്കുക. എന്താടാ പറ്റിയേ? അച്ഛാ, അമ്മ പറഞ്ഞു ഡോക്ടറെ കാണാൻ പോണെന്ന്. അതിനെന്താ? ഇനി ഇഞ്ചക്ഷൻ വെക്കോ? അത് ആരാ പറഞ്ഞ ഇഞ്ചക്ഷൻ എടുക്കുന്ന? നമ്മളെന്തിനാ പോണേന്നറിയോ? അച്ഛ പാട്ടേക്കാ ഹെഡ്സെറ്റ് വെക്കുമ്പോൾ കുറുമ്പി വാശി പിടിക്കാറില്ലേ? അതുപോലൊന്ന് വേണമെന്ന്. നമ്മൾ അതിനാ പോണേ. മോൾക്ക് അതുപോലൊന്നും തരാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇഞ്ചക്ഷൻ വെക്കില്ലല്ലോ? ഇല്ല. നല്ല വേദനയാ. ഇഞ്ചക്ഷൻ വെക്കല്ലേ എന്ന് പറയോ? ഇനി എൻ്റെ മോളെ വേദനിപ്പിക്കാൻ അച്ഛ ആരും സമ്മതിക്കില്ല. മിയ, ആ, ഞാൻ ഡോക്ടർ വർഷ പറഞ്ഞിട്ട് വന്നതാ. മീയുടെ അച്ഛനാ. വർഷ? ആ, വർഷ. ഡോക്ടർ വർഷ പറഞ്ഞിട്ടാ. ആ, ചെവി കേൾക്കാത്ത കുട്ടിയുടെ അച്ഛനല്ലേ? ഒരു കാര്യം ഞാൻ വെട്ടി തുറന്ന് പറയണേ. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് ഇതിനകത്ത് വല്ല ഹോപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ ന്യൂറോ ട്രൈ ചെയ്തില്ല എന്നൊരു ഇത് വേണ്ടല്ലോ. നമുക്കൊരു 5 ദിവസം അഡ്മിറ്റ് ആവാം. ഡെയിലി 3 ഇഞ്ചക്ഷൻ വെച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എനിക്ക് മനസ്സിലായില്ല. എനിക്കിവിടെ ഡെയിലി ഒരു 100 കണക്കിന് കേസ് വരുന്നേ. എന്നിട്ട് ഡോക്ടർ വർഷ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിത് അറ്റൻഡ് ചെയ്തത്. നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം, അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, ആലോചിച്ച് പറഞ്ഞാൽ മതി. എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. താങ്ക് യു.
നീ വാ. സാറ് പറഞ്ഞില്ലേ അല്പം പോലും ഹോപ്പില്ലെന്ന്. ഇപ്പോഴും ഹോപ്പുള്ളതുകൊണ്ടാ ഞങ്ങളിവിടെ വന്ന് നിൽക്കേണ്ടി വന്നത്. അത് ഞങ്ങളുടെ ഗതികേടാ. സാറിനിത് 100 കണക്കിന് കേസുകളിൽ ഒന്നായിരിക്കും. ഞങ്ങൾക്ക് അവൾ ഞങ്ങളുടെ മകളാ. അതിന് ചെവി കേൾക്കാത്ത കുട്ടിയാണേലും എല്ലാം സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പോവാം. മോൾക്കൊന്നും വരല്ലേ, എല്ലാം ശരിയാവണേ. എന്താ അമ്മയ്ക്ക് ഇത്ര സങ്കടം? നാളെ ആ കുഞ്ഞുമോൾക്ക് ചെവിയിൽ മെഷീൻ വെക്കണേ. ഒന്നും ഉണ്ടാവില്ല, എല്ലാം ദേ അവിടുന്ന് കാത്തോളൂ. ഓക്കെ. വിളിക്കൂ. മിയ, 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 മിയ. ഞാനൊന്ന് നോക്കട്ടെ. ഓ, വിളിക്ക്. മിയ, അമ്മ.